ന്യൂക്കിൽ ഒരു ടീമായി ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഓരോ സെഷനും ഓരോ ആർട്ടിസ്റ്റുകളായിരിക്കും ഹാൻഡിൽ ചെയ്യുക. ഒരു ആർട്ടിസ്റ്റിൽ നിന്നും മറ്റൊരു ആർട്ടിസ്റ്റിലേക്ക് വർക്ക് ഫയൽ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ആ ന്യൂക്ക് സ്ക്രിപ്റ്റിൽ എന്തൊക്കെയാണ് പ്രോസസ്സുകൾ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ നോഡ് ഓർഗനൈസിംഗ് ഓപ്ഷൻസ് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഇൻഡിവിജ്വൽ ആയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും എന്താണ് നിങ്ങൾ ആ ന്യൂക്ക് സ്ക്രിപ്റ്റിൽ ചെയ്തിരിക്കുന്നതെന്ന് വിഷ്വലി മനസ്സിലാക്കുവാനും ഓർഗനൈസിംഗ് നോട്ട്സ് യൂസ് ചെയ്യാം. ന്യൂക്കിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗനൈസിംഗ് നോട്ട്സ് ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഹായ് ഹലോ നമസ്കാരം, ഞാൻ അസീം എം സാഹിബ്. വെൽക്കം ബാക്ക് ടു സാഹിബ്സ് റൂം. ന്യൂക്ക് ടൂൾ പാനലിൽ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഓർഗനൈസിംഗ് നോഡുകൾ കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ന്യൂക്കിൽ നോഡുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള മറ്റെല്ലാ ഓപ്ഷൻസും ഈ ഓർഗനൈസിംഗ് നോഡുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓർഗനൈസിംഗ് നോഡുകൾ ഒരിക്കലും നമ്മുടെ ഔട്ട്പുട്ടിനെ ബാധിക്കുന്ന നോഡുകളല്ല, പകരം നമ്മുടെ നോഡ് ഗ്രാഫിനെ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ചും എന്താണ് പ്രോസസ്സ് ചെയ്തതെന്ന് മനസ്സിലാക്കി തരിക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഓർഗനൈസിംഗ് നോഡ്സ് ചെയ്യുന്നത്. ഡോട്ട് എന്നുള്ള ഓർഗനൈസിംഗ് നോഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡോട്ട് സാധാരണയായി നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂക്കിന്റെ നോഡ് ഗ്രാഫിന്റെ പൈപ്പ് ലൈനെ അറേഞ്ച് ചെയ്യാനായിട്ടും ബ്രാഞ്ച് ചെയ്യാനായിട്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാനിവിടെ കുറേയധികം ഓർഗനൈസിംഗ് നോഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയൊരു പ്രോജക്റ്റ് ആണ്. സാധാരണയായി നമ്മൾ VFX ചെക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ വളരെ വലിയ ഒരു നോഡ് ഗ്രാഫ് ആയിരിക്കും നമ്മൾക്ക് കിട്ടുക. ആ സിറ്റുവേഷനിൽ ഓർഗനൈസിംഗ് ടൂളുകൾ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് ഡോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സെപ്പറേറ്റ് ഒരു സെഷൻ, ചെറിയൊരു സെഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കളർ വീൽ, ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊരു ചെക്കർ ബോർഡ്, അതിനെ മെർജ് എന്ന് പറയുന്ന നോഡ് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഡോട്ട് എന്ന് പറയുന്ന നോഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പൈപ്പിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഡോട്ട് എന്ന് പറയുന്ന നോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്യുക, ഡോട്ട് എന്ന് സെർച്ച് ചെയ്യുക. ഡോട്ട് എന്നുള്ള നോഡ് ഇവിടെ കാണാം. ഡോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോട്ടിനെ നമുക്ക് ആ പൈപ്പിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. അതിനുശേഷം ഇതിനെ ബ്രാഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുകയോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഡോട്ടിന് ഒരു ഷോർട്ട് കട്ട് കൂടിയുണ്ട്. നമ്മുടെ കീബോർഡിലെ ഡോട്ട് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു നോഡ് സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഡോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ നോഡിന് തൊട്ട് താഴെയായിട്ടായിരിക്കാം ഡോട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഡോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ രണ്ട് രീതികളല്ലാതെ മറ്റൊരു ഷോർട്ട് കട്ട് കൂടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡോട്ടിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഡോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോൾ ഹോൾഡ് ചെയ്യുക. കൺട്രോൾ ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ന്യൂക്കിന്റെ പൈപ്പിൽ ഒരു ഡയമണ്ട് ഷേപ്പ് കാണാനായിട്ട് സാധിക്കും. ആ ഡയമണ്ട് ഷേപ്പിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ആ ഡോട്ടിനെ അറേഞ്ച് ചെയ്യാം. അതുപോലെ എത്ര ഡോട്ടുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പൈപ്പിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ കൺട്രോൾ ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ആ ഡോട്ടുകൾ ആ ഡയമണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോട്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. ഡോട്ട് എന്ന് പറയുന്നത് നമ്മുടെ പൈപ്പുകളെ അറേഞ്ച് ചെയ്യാനും ബ്രാഞ്ച് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന നോഡാണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ നിങ്ങൾക്കത് വളരെയധികം മനസ്സിലാവും. ഞാനിവിടെ ഒരു OpenEXR മൾട്ടിപാസ് ഇമേജ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിൽ നിന്നും സെപ്പറേറ്റ് ബ്രാഞ്ചുകളായിട്ട് മാറുവാനായിട്ട് നമ്മുടെ പൈപ്പിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ടും ഞാനിവിടെ ഡോട്ട് എന്നുള്ള നോഡ് യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ന്യൂക്കിന്റെ ഇൻപുട്ട് നോഡുകളിൽ ഡിഫോൾട്ട് ആയിട്ട് ഒരു വിൻഡോ അല്ലെങ്കിൽ ഒരു തംബ്നെയിൽ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ ഈ ഒരു കളർ വീൽ എന്ന നോഡിലും അതേപോലെ തന്നെ ചെക്കർ ബോർഡ് എന്നുള്ള ഈ ഒരു നോഡിൽ നോക്കിയാലും ഇവിടെ ഈ ഇൻപുട്ട് നോഡുകളിലും ഒരു തംബ്നെയിൽ അല്ലെങ്കിൽ ഒരു സ്മോൾ വിൻഡോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ തംബ്നെയിൽ അല്ലെങ്കിൽ ആ വിൻഡോയാണ് നമ്മൾ പോസ്റ്റേജ് സ്റ്റാമ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഷഫിൾ നോഡുകളിലെല്ലാം തന്നെ ആ ഒരു തംബ്നെയിൽ അല്ലെങ്കിൽ ആ വിൻഡോ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇൻപുട്ട് നോഡുകളിൽ മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള മറ്റ് നോഡുകളിലും നമുക്ക് ആ തംബ്നെയിൽ അല്ലെങ്കിൽ വിൻഡോ ആക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കും. ആ പോസ്റ്റേജ് സ്റ്റാമ്പ് ആക്റ്റീവ് ആക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏത് നോഡിന്റെ ആണോ പോസ്റ്റേജ് സ്റ്റാമ്പ് ആക്റ്റീവ് ആക്കേണ്ടത് ആ നോഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രോപ്പർട്ടി നോട്ട് ടാബിലേക്ക് ചെല്ലുക. ആ നോട്ട് ടാബിൽ പോസ്റ്റേജ് സ്റ്റാമ്പ് എന്നുള്ള ഒരു റേഡിയോ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ആ പോസ്റ്റേജ് സ്റ്റാമ്പ് ഞാൻ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ ആ ഷഫിൾ നോഡിൽ തംബ്നെയിൽ കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പോസ്റ്റേജ് സ്റ്റാമ്പിന് ഒരു ഷോർട്ട് കട്ട് കൂടിയുണ്ട്. Alt-P ആണ് പോസ്റ്റേജ് സ്റ്റാമ്പിന്റെ ഷോർട്ട് കട്ട്. Alt-P ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റേജ് സ്റ്റാമ്പ് ആക്റ്റീവ് ആക്കാനും ഡിസേബിൾ ചെയ്യാനായിട്ടും സാധിക്കും. പോസ്റ്റേജ് സ്റ്റാമ്പിലൂടെ ആ നോഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് ആ ചെറിയ വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അതുകൂടിയാണ് പോസ്റ്റേജ് സ്റ്റാമ്പിന്റെ ഉപയോഗം. അപ്പോൾ ആ നോഡിൽ നടക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് ആ വിൻഡോയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, പോസ്റ്റേജ് സ്റ്റാമ്പ് ആക്റ്റീവ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ന്യൂക്കിൽ നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഈ തംബ്നെയിലിൽ കൂടി നമ്മുടെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ആ കാൽക്കുലേഷന് കൂടിയുള്ള സിസ്റ്റം റിസോഴ്സസ് ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ സിസ്റ്റം സ്ലോ ആകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ആവശ്യമുള്ള നോഡുകളിൽ അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ മാത്രം പോസ്റ്റേജ് സ്റ്റാമ്പ് യൂസ് ചെയ്യുക. അല്ലാത്ത സിറ്റുവേഷനിൽ പോസ്റ്റേജ് സ്റ്റാമ്പ് ഡിസേബിൾ ചെയ്യുക. ബാക്ക്ഡ്രോപ്പ്
ബാക്ക്ഡ്രോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കോമ്പോസിഷനെ ഓരോ സെഷനായിട്ട് തിരിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ ആ സെഷനിൽ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഒരു ലേബലിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ ആ ബാക്ക്ഡ്രോപ്പിനുള്ളിൽ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു ബാക്ക്ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ബാക്ക്ഡ്രോപ്പിൽ ലേബലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ബാക്ക്ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആ ബാക്ക്ഡ്രോപ്പിൽ വരേണ്ട നോഡുകളെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സാധാരണ നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ടാപ്പ് ചെയ്യുക, ബാക്ക്ഡ്രോപ്പ് എന്ന് സെർച്ച് ചെയ്യുക, ബാക്ക്ഡ്രോപ്പ് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു ബാക്ക്ഡ്രോപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ബാക്ക്ഡ്രോപ്പിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സെഷനായി വർക്ക് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ബാക്ക്ഡ്രോപ്പ് മൂവ് ചെയ്താൽ ആ ബാക്ക്ഡ്രോപ്പിനുള്ളിൽ നിൽക്കുന്ന നോഡുകളെല്ലാം ഒരുമിച്ച് മൂവ് ചെയ്യുന്നതായിട്ടും കാണാം. ബാക്ക്ഡ്രോപ്പിലേക്ക് ഒരു നോഡിനെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്യണമെങ്കിലും ബാക്ക്ഡ്രോപ്പിന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ബാക്ക്ഡ്രോപ്പിന്റെ സൈസ് ഞാനിപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്, കുറച്ചുകൂടി വലുതാക്കിയിരിക്കുകയാണ്. കൂടുതൽ നമ്മുടെ ചെക്കർ ബോർഡും അതേപോലെ തന്നെ മെർജ് നോഡും ബാക്ക്ഡ്രോപ്പിലേക്ക് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ബാക്ക്ഡ്രോപ്പിനെ ഇപ്പോൾ ഞാൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഒരു സെഷൻ ആയിട്ടായിരിക്കാം മൂവ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും നോഡുകൾ ബാക്ക്ഡ്രോപ്പിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ ബാക്ക്ഡ്രോപ്പിന്റെ കോർണറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ബാക്ക്ഡ്രോപ്പിന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി ബാക്ക്ഡ്രോപ്പിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ബാക്ക്ഡ്രോപ്പ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഡ്രോപ്പിനുള്ളിൽ നിൽക്കുന്ന എല്ലാ നോഡുകളും ഡിലീറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്ക്ഡ്രോപ്പ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ബാക്ക്ഡ്രോപ്പിൽ നിന്നും ആ നോഡുകളെ ഒഴിവാക്കുക, അതിനുശേഷം ബാക്ക്ഡ്രോപ്പ് ഡിലീറ്റ് ചെയ്യുക, വീണ്ടും നോഡ് ഗ്രാഫ് അറേഞ്ച് ചെയ്യണമെങ്കിൽ അറേഞ്ച് ചെയ്യുക. ഇതേപോലെ തന്നെ ബാക്ക്ഡ്രോപ്പിന്റെ കളറും ലേബലിംഗും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ വീണ്ടും ഒരു ബാക്ക്ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ബാക്ക്ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓരോ തവണയും നമ്മൾ ബാക്ക്ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ച് ബാക്ക്ഡ്രോപ്പ് ഓരോ കളറിലായിരിക്കും വരുന്നത്. ഓരോ സെഷനും ബാക്ക്ഡ്രോപ്പും ഓരോ കളറിലായിരിക്കാം വരുന്നത്. ഇപ്പൊ 3 ബാക്ക്ഡ്രോപ്പുകൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3 ബാക്ക്ഡ്രോപ്പുകളും 3 കളേഴ്സിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബാക്ക്ഡ്രോപ്പിന്റെ കളർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ബാക്ക്ഡ്രോപ്പിന്റെ പ്രോപ്പർട്ടീസിലേക്ക് വരിക. ബാക്ക്ഡ്രോപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ബാക്ക്ഡ്രോപ്പിന്റെ പ്രോപ്പർട്ടീസിലേക്ക് വരിക. പ്രോപ്പർട്ടീസിൽ ഈ ഒരു ഭാഗത്തായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഡ്രോപ്പിന്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബാക്ക്ഡ്രോപ്പിൽ ഏത് കളറാണോ യൂസ് ചെയ്യേണ്ടത് ആ കളറിലേക്ക് ബാക്ക്ഡ്രോപ്പിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി ബാക്ക്ഡ്രോപ്പിൽ എന്തെങ്കിലും ലേബലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ലേബലിംഗ് ഇവിടെ കളർ വീൽ എന്ന് പറയുന്ന ഒരു ലേബലിംഗ് ഇവിടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ലേബൽ ബാക്ക്ഡ്രോപ്പിന്റെ പ്രോപ്പർട്ടീസിൽ ലേബൽ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് എന്താണോ കൊടുക്കേണ്ടത്, ലേബലിംഗ് കൊടുക്കേണ്ടത്, ആ ലേബലിംഗ് അവിടെ കൊടുക്കുവാനായിട്ട് സാധിക്കും. ഞാൻ കളർ വീൽ എന്നുള്ള ഒരു ലേബലിംഗ് അവിടെ കൊടുത്തു. ഇപ്പോൾ ഈ ടെക്സ്റ്റ് വളരെ വലുതായി നിൽക്കുന്നതായിട്ട് കാണാം. ഈ ടെക്സ്റ്റിന്റെ ഫോൺ സൈസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഫോൺ സൈസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫോൺ ടൈപ്പ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ ടൈപ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ ടൈപ്പുകളും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ടും സാധിക്കും. അതേപോലെ തന്നെ ടെക്സ്റ്റിനെ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കി മാറ്റാം, ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇറ്റാലിക് ആക്കി മാറ്റാം. അതേപോലെ തന്നെ ടെക്സ്റ്റിന്റെ കളറിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റിന്റെ കളറിനെ നിങ്ങൾക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കളറിലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. സ്റ്റിക്കി നോട്ട്സ്, ഈ കാണുന്ന നോഡുകൾക്കാണ് നമ്മൾ സ്റ്റിക്കി നോട്ട്സ് എന്ന് പറയുന്നത്. സ്റ്റിക്കി നോട്ട്സ് പ്രത്യേകിച്ചും യൂസ് ചെയ്യുന്നത് ഒരു ആർട്ടിസ്റ്റിൽ നിന്നും മറ്റൊരു ആർട്ടിസ്റ്റിലേക്ക് സ്ക്രിപ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ അവിടെ ചെയ്തിരിക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾക്കൊരു ടെക്സ്റ്റ് രൂപത്തിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കി നോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഒരു സ്റ്റിക്കി നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സ്റ്റിക്കി നോഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ടാപ്പ് ചെയ്യുക, സ്റ്റിക്കി നോഡ് എന്ന് സെർച്ച് ചെയ്യുക. സ്റ്റിക്കി നോഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കി നോഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, സ്റ്റിക്കി നോഡിന്റെ പ്രോപ്പർട്ടീസിലേക്ക് ചെല്ലുക. ഇവിടെ എന്താണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ആഡ് ചെയ്യുക. ഇപ്പോൾ ഗ്രേഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ് ഗ്രേഡ്. എന്താണ് ഗ്രേഡിൽ നമ്മൾ വാല്യൂ വ്യത്യാസം വരുത്തിയിരിക്കുന്നതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യാം. എത്രയാണ് നമ്മൾ വാല്യൂസ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു ആർട്ടിസ്റ്റിനും മറ്റൊരു ആർട്ടിസ്റ്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന സിറ്റുവേഷനിലും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്റ്റിക്കി നോഡ് ആവശ്യമെങ്കിൽ യൂസ് ചെയ്യുക. ലേബലിംഗ്, ബാക്ക്ഡ്രോപ്പിലൂടെ നമ്മൾ ലേബലിംഗ് എന്താണെന്ന് മനസ്സിലാക്കി. പക്ഷെ ബാക്ക്ഡ്രോപ്പിൽ മാത്രമല്ല, ന്യൂക്കിലെ ഏത് നോഡുകളിലും നമുക്കൊരു ലേബലിംഗ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ലേബലിംഗ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏത് നോഡിലാണോ നിങ്ങൾക്ക് ലേബലിംഗ് ആഡ് ചെയ്യേണ്ടത് ആ നോഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിന്റെ പ്രോപ്പർട്ടിയിലേക്ക് വരിക. പ്രോപ്പർട്ടിയിൽ നോഡ് എന്ന് പറയുന്ന ഒരു ടാബ് കാണാനായിട്ട് സാധിക്കും. നോഡ് എന്നുള്ള ടാബിലേക്ക് വരിക, അവിടെ ലേബലിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ബാക്ക്ഡ്രോപ്പിൽ ചെയ്തതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് അവിടെ ചെയ്യേണ്ട പ്രോസസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് അവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അവിടെ ഗ്രേഡ് നോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രേഡ് നോഡിൽ മൾട്ടിപ്ലൈ എന്നുള്ള വാല്യൂ ഞാൻ എത്രമാത്രം ചേഞ്ച് ചെയ്തു എന്നൊക്കെ ഉള്ളത് എനിക്ക് അവിടെ ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഗ്രേഡിൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ആ ടെക്സ്റ്റിന്റെ സൈസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. ബോൾഡ്
ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇറ്റാലിക് ആക്കാം. അതേപോലെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാനായിട്ടും സാധിക്കും. ന്യൂക്കിന്റെ ഓരോ സെഷനിലുമുള്ള നോഡുകൾക്കെല്ലാം തന്നെ ഓരോ കളർ കോഡിംഗ് ഉണ്ടാവും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഷഫിൾ നോഡുകൾക്കെല്ലാം ഒരു ലൈറ്റ് റെഡ് കളർ ഉണ്ടാകും. അതുപോലെ തന്നെ 3D നോഡുകളാണെങ്കിൽ ഒരു ഡാർക്ക് റെഡ് ആയിരിക്കും. കളർ കറക്ഷൻ സെഷനിലുള്ള നോഡുകൾക്കെല്ലാം ഒരു ലൈറ്റ് ബ്ലൂ കളർ ആയിരിക്കാം. ലെയർ മെർജിംഗ് പോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ കളേഴ്സ് കാണാനായിട്ട് സാധിക്കും. ക്രിപ്റ്റോമാറ്റ് സെഷൻ ഒരു ഗ്രീൻ കളറും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഓരോ കളറുകളും നോഡുകളിൽ കാണുവാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ എനിക്ക് ഈ കളർ ഗ്രേഡ് എന്ന് പറയുന്ന ഈ ഒരു നോഡിന്റെ കളറിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ആ നോഡിന്റെ പ്രോപ്പർട്ടിയിലേക്ക് വരിക. ആ നോഡിന്റെ പ്രോപ്പർട്ടിയിൽ ടൈറ്റിൽ കളർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കളർ എന്താണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. ആ ഒരു കസ്റ്റമൈസ്ഡ് കളറിലേക്ക് ആ നോഡ് ചേഞ്ച് ആയി. എന്തിനാണ് ഇങ്ങനെ നമ്മൾ നോഡുകളുടെ ലേബലിങ്ങും കളറിങ്ങും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതുവഴി നമുക്ക് മറ്റു പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഞാനിപ്പോൾ ഒരു കളർ കറക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു നോഡ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം എഡിറ്റ് എന്ന് പറയുന്ന സെഷനിലേക്ക് ചെല്ലുന്നു. ഇവിടെ സെലക്ട് സിമിലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സെയിം കളറുള്ള നോഡുകളെയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സെയിം ക്ലാസ്, ഒരേ ക്ലാസ്സിലുള്ള നോഡുകളെ വളരെ പെട്ടെന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരേ ലേബലിംഗ് ഉള്ള നോഡുകളെയും വളരെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ലേബൽ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഗ്രേഡ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ നോഡുകളും ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത നോഡിന് ലേബലിംഗ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ വേറൊരു നോഡും കൂടെ മൾട്ടിപ്ലൈ ഈ സെയിം ലേബലിംഗിലുള്ള മറ്റൊരു നോഡ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് നോക്കുക. അതായത് ഞാൻ ഈ ലേബലിംഗ് തൽക്കാലം കോപ്പി ചെയ്യുകയാണ്. അതിനുശേഷം ചെക്കർ ബോർഡിന് താഴെയായിട്ട് ഞാനൊരു ഗ്രേഡ് നോഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോഡുകൾ ഇട്ടതിന് ശേഷം അതിന്റെ പ്രോപ്പർട്ടിയിൽ പോയി സെയിം ലേബലിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ ലേബലിംഗ് ഉള്ള നോഡ് എനിക്ക് സെലക്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നോഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എഡിറ്റിൽ ചെല്ലുന്നു. അതിന് ശേഷം സെലക്ട് സിമിലർ ലേബൽ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്താൽ സിമിലർ ലേബലുള്ള നോഡുകളെല്ലാം സെലക്ട് ആയി. അതേപോലെ തന്നെ സെയിം കളേഴ്സ് സെലക്ട് ആണെന്നുണ്ടെങ്കിൽ സെയിം കളേഴ്സിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതേപോലെ തന്നെ ഞാൻ ഈ ഒരു ഗ്രേഡ് നോഡിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ചെക്കർ ബോർഡിന് താഴെയായിട്ട് കൊടുക്കുന്നു. ഇതിനുശേഷം ഞാൻ ഇതേപോലെ തന്നെ ആ നോഡ് സെലക്ട് ചെയ്ത് എഡിറ്റിൽ ചെന്നതിന് ശേഷം സെലക്ട് സിമിലർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കളർ എന്നുള്ള ഓപ്ഷനാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ സെയിം കളറിലുള്ള നോഡുകൾ സെലക്റ്റഡ് ആയി. സെയിം ക്ലാസ്സിലുള്ള നോഡുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ ഞാനിപ്പം ഇവിടെ ഞാൻ ഗ്രേഡ് നോഡ്, ഈ ഒരു ഗ്രേഡ് നോഡ് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിൽ ചെന്നു. സെലക്ട് സിമിലർ എന്ന് പറയുന്ന ഓപ്ഷനിൽ സെയിം ക്ലാസ് എന്ന ഓപ്ഷൻ ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഗ്രേഡ് നോഡുകളും സെയിം ക്ലാസ്സിലുള്ള എല്ലാ ഗ്രേഡ് നോഡുകളും സെലക്ട് ആയി. ഈവൻ കളർ ചേഞ്ച് ആണെങ്കിൽ പോലും ഇവിടെയുള്ള ഗ്രേഡ് നോഡുകളും സെലക്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ലേബലിംഗ് ചേഞ്ച് ആണെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരേ ക്ലാസ്സിലുള്ള എല്ലാ ഗ്രേഡ് നോഡുകളും ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കളറിംഗ്, ലേബലിംഗ് എന്നുള്ള ഓർഗനൈസിംഗ് ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതിലുള്ള ഉപയോഗം. നോഡുകളെ വളരെ പെട്ടെന്ന് സെലക്ട് ചെയ്യാനായിട്ടും നോഡുകളെ അറേഞ്ച് ചെയ്യാനായിട്ടും വിഷ്വലി അത് മനസ്സിലാക്കാനായിട്ടും വളരെ ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സിമം സാഹിബ് സൈനിങ് ഔട്ട് ഫ്രം സാഹിബ്സ് റൂം.